ഇന്ന് നമ്മൾ പഠിക്കുന്ന ഒരു സ്വലാത്ത് ഇതൊരു സാധാരണ സ്വലാത്തല്ല, ഇതൊരു അസാധാരണ സ്വലാത്ത് തന്നെയാണ്. നമ്മുടെ ജീവിതത്തിലെ മുഴുവൻ പ്രശ്നങ്ങളും നീങ്ങാൻ ഡെയിലി ഒരു തവണ പതിവാക്കിയാൽ ദാരിദ്ര്യത്തിൽ നിന്ന്, മാരക വിപത്തുകളിൽ നിന്ന്, ശത്രുക്കളിൽ നിന്ന്, സിഹറിൽ നിന്ന്, കണ്ണേറിൽ നിന്ന്, പ്രതിസന്ധികളിൽ നിന്ന് എല്ലാം കാവൽ ലഭിക്കുന്ന അതിവിശിഷ്ടമായൊരു സ്വലാത്ത്. മാത്രമല്ല എല്ലാ അറബി മാസങ്ങളിലെയും ആദ്യത്തെ വെള്ളിയാഴ്ച ദിവസം ഈ സ്വലാത്ത് ചൊല്ലി തുടങ്ങിയാൽ സുബ്ഹാനക യാ റബ്ബ് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിങ്ങൾക്ക് കനവിൽ കാണാൻ പറ്റും. ഇനി അല്പം വെള്ളത്തിൽ മന്ത്രിച്ചു കുടിച്ചാൽ എത്ര വലിയ രോഗവും അല്ലാഹു റബ്ബുൽ ആലമീൻ ശിഫയാക്കി തരും. അതിവിശിഷ്ടമായ എണ്ണിയാലൊടുങ്ങാത്ത മഹത്വങ്ങളുള്ളൊരു സ്വലാത്ത് നമുക്കിന്ന് പഠിക്കണം. മാത്രമല്ല 1000 രൂപ സമ്മാനത്തിനുള്ള ചോദ്യം വീഡിയോയിലുണ്ട്. അല്ലാഹു റബ്ബുൽ ആലമീൻ യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചു കൊണ്ടൊരു ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. മാഷാ അല്ലാഹ്, ഈ ഒരു ഹംദിൻ്റെ ബറക്കത്തുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും അതിവിശിഷ്ടമായൊരു ദിവസവും സമ്മാനമായി തന്ന് കരുണക്കടലായ റബ്ബുൽ ആലമീൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ സങ്കടങ്ങളൊക്കെ ഈ ഹംദിൻ്റെ ബറക്കത്തുകൊണ്ട് അല്ലാഹു മാറ്റിത്തരട്ടെ. ഇത് സഫർ മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച ദിവസമാണ്. വെള്ളിയാഴ്ചയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണ്? ഈ വെള്ളിയാഴ്ച ചൊല്ലുന്ന സ്വലാത്ത് അല്ലേ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം താജുദാരേ മദീന സർവറെ ആലം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദുൽ സയ്യിദുൽ കൗനൈനി വതഖലൈനി വൽ ഫരീഖൈനി മിൻ ഉറുബിൻ വമിൻ അജമി مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرام مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ഹബീബായ സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരിട്ട് നമ്മളെ കാണുന്ന നിമിഷം, നമ്മുടെ സ്വലാത്ത് കണ്ട് സന്തോഷിക്കുന്ന നിമിഷം, അല്ലാഹുവേ ഈ സ്വബാഹുൽ ഖൈർ മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ട് സന്തോഷിക്കുന്ന സദസ്സാക്കണേ അല്ലാഹ്. ഇന്ന് നമുക്ക് അതിവിശിഷ്ടമായൊരു സ്വലാത്തിനെ കുറിച്ച് പഠിക്കണം. ഈ സ്വലാത്ത് തന്നെ എല്ലാ സ്വലാത്തുകളുടെയും കിരീടം എന്നാണ് അറിയപ്പെടുന്നത്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഏതാ സ്വലാത്ത്. കിരീടം, താജ്, സ്വലാത്തു താജ്. സ്വലാത്തുകളുടെ ഒക്കെ കിരീടം, ആ പേര് തന്നെ അന്വർത്ഥാക്കുന്ന രീതിയിലാണ് അതിൻ്റെ മഹത്വം അല്ലേ. സ്വലാത്തുകളുടെ കിരീടം എന്ന് പറയുമ്പോൾ തന്നെ ആ പേരിന് തന്നെ ഒരു ഗാംഭീര്യമുണ്ട്. അപ്പം തന്നെ മനസ്സിലാക്കാം ഇതൊരു സാധാരണ സ്വലാത്തല്ല. ഇതിപ്പോൾ ഞങ്ങൾ ചൊല്ലുന്ന സ്വലാത്താണല്ലോ ഉസ്താദ്. ശരിയാണ്, പക്ഷെ വെറുതെ ചൊല്ലിയിട്ട് കാര്യമില്ല. അതിൻ്റെ എണ്ണം, അതിൻ്റെ മഹത്വം, അതിൻ്റെ ആശയം ഇതൊന്നും പഠിക്കാതെ നമ്മൾ ചൊല്ലുന്നതിനേക്കാൾ ഇതൊക്കെ പഠിച്ചിട്ട് ചൊല്ലുമ്പോൾ, തിരിച്ചറിഞ്ഞ് ചൊല്ലുമ്പോൾ അതിൻ്റെ മഹത്വം വളരെ വളരെ വലുതാണ്. അള്ളാഹു ഉൾക്കൊള്ളാൻ തൗഫീക്ക് നൽകട്ടെ. മഹാനായ ശൈഖ് അബൂബക്കർ ബിൻ സാലിം റഹിമഹുല്ല അള്ളാഹിൻ്റെ ഔലിയാക്കളിൽ വലിയ മഹാനായിരുന്നു. ആ മഹാനായ അബൂബക്കർ ബിൻ സാലിം തങ്ങളാണ് ഈ സ്വലാത്ത് ക്രോഡീകരിക്കുന്നത്. ഇത് അവിടെ മുതൽ അള്ളാഹിൻ്റെ ഔലിയാക്കൾ പതിവാക്കിയ സ്വലാത്താണ്. അങ്ങനെ പതിവാക്കുന്നതിലൂടെ അവർ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കണ്ടു. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുകരം കൊണ്ട് അവർ സമ്മാനം വാങ്ങി. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചുംബനം വാങ്ങി അള്ളാഹിൻ്റെ ഔലിയാക്കൾ. യാ അല്ലാഹ്, ഈ സ്വലാത്ത് മുഴുവൻ മുത്തുനബിയുടെ മദ്ഹാണ്. അതുകൊണ്ട് തന്നെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഈ സ്വലാത്ത് ഒരുപാട് സന്തോഷിപ്പിക്കും എന്നുള്ളതാണ് അല്ലേ. അവിടുത്തെ മദ്ഹ് ഹബീബായ തങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതവിടുത്തെ സന്തോഷിപ്പിക്കുന്നതാണ്. അപ്പം അങ്ങനെയുള്ളൊരു സ്വലാത്താണ് സ്വലാത്തു താജ് എന്ന് പറയുന്നത്. ഡെയിലി ഒരു 7 തവണ നിങ്ങൾ ഇതിങ്ങനെ പതിവാക്കുമ്പോൾ തന്നെ നമ്മളറിയാതെ നമ്മുടെ ആഗ്രഹങ്ങൾ അല്ലാഹു ഇങ്ങനെ സാധിപ്പിച്ചു തരും. നമ്മളറിയാതെ നമ്മുടെ ആഗ്രഹങ്ങൾ അല്ലാഹു സാധിപ്പിച്ചു തരും. ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ അറിയാം, നമ്മൾ ഏതൊരു ദുആ മജ്ലിസിലും വലിയ തങ്ങന്മാരൊക്കെ വന്നിട്ട് ദ്വാരക്കുമ്പോൾ അവരാദ്യം തന്നെ ഹംദ് ഓതിയിട്ട് പിന്നെ സ്വലാത്തു താജ് അങ്ങനെ ചൊല്ലും അല്ലേ, താജ് സ്വലാത്ത്. എന്നിട്ട് ദ്വാരക്കും. കാരണം എന്താ? ഈ സ്വലാത്ത് മുൻനിർത്തി അള്ളാഹിനോട് ദ്വാരക്കുമ്പോൾ ഉത്തരം ഉറപ്പാണെന്ന് അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ദ്വാരക്കുമ്പോൾ ആദ്യം ഈ സ്വലാത്തൊന്ന് ചൊല്ലിയിട്ട് അതിൻ്റെ ശേഷം നമ്മുടെ സങ്കടങ്ങൾ പറഞ്ഞാൽ അൽഹംദുലില്ലാഹ്, ഈ സ്വലാത്തിൻ്റെ ബറക്കത്തുകൊണ്ട് അള്ളാഹു നമ്മുടെ സങ്കടങ്ങൾ മാറ്റിത്തരും. ഇനി പറയട്ടെ, ഏതൊരു അറബി മാസത്തിലെയും ആദ്യത്തെ വെള്ളിയാഴ്ച
ആദ്യത്തെ വെള്ളിയാഴ്ചയുടെ ഇശാഇന് ശേഷം, ഏതൊരു അറബി മാസത്തിൻ്റെയും ആദ്യത്തെ വെള്ളിയാഴ്ചയുടെ ഇശാഇന് ശേഷം ആ വുളുവോടുകൂടെ തന്നെ, ഇശാൻ്റെ വുളു ഉണ്ടാവില്ല, ആ വുളുവോടുകൂടെ തന്നെ അവിടെ ഇരുന്ന് 70 തവണ ഈ സ്വലാത്ത് ഓതുക. പിന്നെ തുടർന്ന് 11 ദിവസം അതങ്ങനെ ഇല്ല, വെള്ളിയാഴ്ച തുടങ്ങി ശനി ഞായർ തിങ്കൾ ചൊവ്വ ബുധൻ അങ്ങനെ 11 ദിവസം തുടർച്ചയായി ചെയ്യുക. അവൻ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണണമെന്ന ഉറച്ച കൊതിയോടുകൂടെ അങ്ങനെ ചെയ്താൽ കാണും ഹബീബിനെ, കാണും. നമ്മൾ പിന്നെ കാണാൻ മാത്രം യോഗ്യതയുള്ള കണ്ണുള്ളവരൊന്നും അല്ല. പക്ഷെ അവിടെ നിന്ന് റഊഫ് റഹീമാണെന്ന് ഖുർആൻ, കാരുണ്യത്തിൻ്റെ നിറകുടമാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്ന് ഖുർആൻ. അപ്പോൾ നമ്മൾ ഹബീബായ തങ്ങളെ കാണും. ഇനി ഇമാമിങ്ങൾ പറയുന്നുണ്ട്, ഇനി ഇവിടെ കണ്ടില്ലെങ്കിലോ നാളെ ആഖിറത്തിൽ കാണും, ഉറപ്പായും കാണും. ഇനി ഇവിടെ കണ്ടില്ല എന്ന് കരുതി സങ്കടപ്പെടുന്ന, കണ്ടതിൻ്റെ പ്രതിഫലം അള്ളാഹു തരുമെന്ന് അള്ളാഹുവിൻ്റെ സ്വാലിഹ്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ സ്വലാത്ത് അതങ്ങനെ പതിവാക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. പലർക്കും വലിയ ടെൻഷനാണ്, ടെൻഷൻ മാറാൻ സിമ്പിളായിട്ടൊരു കാര്യം പറഞ്ഞു തരട്ടെ. സുബ്ഹ് നിസ്കാരം കഴിഞ്ഞ ഉടനെ ചൊല്ലേണ്ട ദിക്റൊക്കെ ചൊല്ലിയിട്ട് ഈ സ്വലാത്ത് 7 തവണ, അതേ ദിവസം തന്നെ അസ്ർ നിസ്കാരം കഴിഞ്ഞിട്ട് ചൊല്ലേണ്ട ദിക്ർ ചൊല്ലിയിട്ട് 7 തവണ, അതേ ദിവസം തന്നെ ഇശാ നിസ്കാരം കഴിഞ്ഞിട്ട് ചൊല്ലേണ്ട ദിക്റൊക്കെ ചൊല്ലിയിട്ട് 7 തവണ, ഇങ്ങനെ ഒന്ന് പതിവാക്കി നോക്കിയേ. ടെൻഷനൊക്കെ അലിഞ്ഞില്ലാതാവും. എത്ര വലിയ ടെൻഷനും, കടക്കണിയുടെ വിഷയത്തിലാണോ ടെൻഷൻ, മക്കളെ കെട്ടിക്കണ വിഷയത്തിലാണോ ടെൻഷൻ, വീടില്ലാത്ത വിഷയത്തിലാണോ ടെൻഷൻ, ആ ടെൻഷൻ അള്ളാഹു അങ്ങ് മാറ്റിത്തരുന്നേ. പിന്നെന്താ ടെൻഷൻ അല്ലേ? സുബ്ഹി കഴിഞ്ഞിട്ട് 7, അതേ ദിവസം തന്നെ അസ്ർ കഴിഞ്ഞ് ഇശാ കഴിഞ്ഞിട്ട് 7. സുബ്ഹാനല്ലാഹ്, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇനി ശത്രുക്കളെക്കുറിച്ച് ഓർത്ത് ഭയപ്പെടുന്നവർ ഇല്ലേ, ദാരിദ്ര്യം ഭയപ്പെടുന്നവർ, സിഹർ, കണ്ണേറ്, അതുപോലെ ഒരുപാട് പ്രതിസന്ധികളിൽ മുങ്ങിത്താന്ന് നിൽക്കുന്നവർ, നിങ്ങൾ 40 രാത്രിയിൽ, എത്ര ദിവസം, 40 രാത്രിയിൽ ഇശാ നിസ്കാരം കഴിഞ്ഞിട്ട് 41 തവണ ഡെയിലി അത് പതിവാക്കിക്കോ. 40 രാത്രി തുടർച്ചയായിട്ട്. ഇപ്പോൾ സഹോദരിമാർ, ഉസ്താദ് ഞങ്ങൾക്ക് മെൻസ്ട്രൽ പീരീഡ് ആണെങ്കിൽ ഇശാൻ്റെ സമയത്ത് ഇതിങ്ങനെ തുടർന്നു വരിക, ഇശാൻ്റെ സമയത്ത് 41 തവണ, അങ്ങനെ 40 ദിവസം നിങ്ങൾ കംപ്ലീറ്റ് ആക്കുമ്പോഴേക്ക് സിഹറും കണ്ണീറും ഒക്കെ അള്ളങ്ങ് ബാത്തിലാക്കി കളയും. ചൊല്ലേണ്ടതുപോലെ ഉറച്ച ബോധ്യത്തോടുകൂടെ നല്ല നെയ്യത്തോടുകൂടെ ചൊല്ലണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇനി സാമ്പത്തിക അഭിവൃദ്ധി നിങ്ങൾക്ക് വേണോ? ജീവിച്ചിങ്ങനെ പോകുന്നുണ്ട്, അത് പോരെ, എന്തെങ്കിലുമൊക്കെ ഒരു സേവിങ്സ് അല്ലേ, അള്ളാഹുവിന് വേണ്ടി ദീനിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ കൊടുക്കണമെന്നുണ്ട്, പക്ഷേ കയ്യിലുണ്ടാവില്ല എന്നാണ്. സാമ്പത്തിക അഭിവൃദ്ധിക്ക് ഞാൻ പറഞ്ഞു തരട്ടെ. നിങ്ങൾ തഹജ്ജുദ് നിസ്കരിക്കുക എല്ലാ ദിവസവും. തഹജ്ജുദ് നിസ്കരിച്ചിട്ട് ആ ഇരുത്തങ്ങനെ ഇരുന്ന് സുബ്ഹി ബാങ്ക് വിളിക്കുന്നതിന് മുൻപ് ഇല്ലേ, തഹജ്ജുദിൻ്റെയും സുബ്ഹിയുടെ ഇടയിലായിക്കൊണ്ട് 7 തവണ ഡെയിലി പതിവാക്കുക. എന്നിട്ട് ദുആരക്ക അള്ളാഹിനോട്, ഈ സ്വലാത്ത് മുൻനിർത്തി ദുആരക്ക. നിങ്ങളുടെ സാമ്പത്തികമായ പരാധീനതകൾ മാറി സാമ്പത്തികമായ അഭിവൃദ്ധി അള്ളാഹു തരുമെന്ന് മഹത്തുക്കൾ പഠിപ്പിക്കുന്നുണ്ട്. ഇനി കുടുംബത്തിൽ ഒരാൾ അസുഖബാധിതനാണ്, എന്തെങ്കിലുമൊക്കെ അസുഖമുണ്ട്, എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക, എന്നിട്ട് 11 തവണ സ്വലാത്തു താജ് ആ വെള്ളത്തിലേക്ക് മന്ത്രിച്ച് ഇഷ്ഫി എന്ന് മന്ത്രിച്ച് കുടിക്കുക. ശരീരം വേദനയുള്ള സ്ഥലത്തൊക്കെ പുരട്ടുക. ഇതിങ്ങനെ പതിവാക്കി നോക്കിയേ, ഡെയിലി 11 തവണ മന്ത്രിച്ചിട്ട് ഇങ്ങനെ ഒന്ന് പതിവാക്കി നോക്കിയേ. നമ്മുടെ രോഗം എത്ര വലിയ രോഗമാണെങ്കിലും അള്ളാഹു ശിഫയാക്കി തരും. ഇനിയൊന്നും വേണ്ട, ഡെയിലി 1 തവണയെങ്കിലും ഏറ്റവും ചുരുങ്ങിയത്, ഇങ്ങനെയൊന്നും പറ്റിയില്ല, ഡെയിലി 1 തവണയെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് നമ്മൾ പതിവാക്കിയാൽ, ഇത് പതിവാക്കി കൊണ്ടുപോകുന്നതിനാണ് വാല്യൂ ഉള്ളത് കേട്ടോ. ഒരെണ്ണം എനിക്ക് ചൊല്ലാൻ പറ്റുള്ളൂ ഡെയിലി, അൽഹംദുലില്ലാ, അതിങ്ങനെ പതിവാക്കി കൊണ്ടുപോയാൽ യാ അല്ലാഹ് വലിയ മാറ്റം നമ്മുടെ ജീവിതത്തിൽ. നമ്മളറിയാത്ത അനുഗ്രഹങ്ങൾ ഇങ്ങനെ വന്നു ചേരും, നമ്മളറിയാതെ പ്രതിസന്ധികൾ നീങ്ങിപ്പോകും, വലിയ അഭിവൃദ്ധികൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് മഹത്തുക്കൾ പഠിപ്പിക്കുന്നുണ്ട്. ഈ സ്വലാത്തിൻ്റെ ആശയം മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് മാത്രമാണ് ഇല്ലേ. കിരീടത്തിൻ്റെ ഉടമയായ, മിഅ്റാജിൻ്റെ ഉടമയായ, ബുറാക്കിൻ്റെ ഉടമയായ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മുടെ വേദനകൾ നീക്കുന്ന നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തെ പേര് സുബ്ഹാനല്ലാഹ് ലൗഹിലും ഖലമിലും രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ്. സുബ്ഹാനക യാ റബ്ബ്. അറബികരുടെയും അനറബികരുടെയും എല്ലാം രാജാവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തെ മദ്ഹുകളാണ് മുഴുവനും. ഏതായാലും ആ സ്വലാത്ത് മുത്തുനബിയുടെ മദ്ഹാണെന്നുള്ള ഉറച്ച ബോധ്യത്തിൽ നമുക്ക് ഒരുമിച്ചൊന്ന് ചൊല്ലാം. ഏതായാലും സ്ക്രീനിലേക്ക് നിങ്ങളൊന്ന് നോക്കി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ വ മൗലാനാ മുഹമ്മദിൻ صاحب التاج والمعراج والبراق والعلم دافع البلاء والوباء والقحط والمرض والألم اسمه مكتوب مرفوع مشفوع منقوش في اللوح والقلم سيد العرب والعجم جسمه مقدس معطر مطهر منور في البيت والحرم شمس الضحى بدر الدجى
صدر العلا نور الهدى كهف الورى مصباح الظلم جميل الشيم شفيع الأمم صاحب الجود والكرم والله عاصمه وجبريل خادمه والبراق مركبه والمعراج سفره وسدرة المنتهى مقامه وقاب قوسين مطلوبه والمطلوب مقصوده والمقصود موجوده سيد المرسلين خاتم النبيين شفيع المذنبين أنيس الغريبين رحمة للعالمين راحة العاشقين مراد المستاقين شمس العارفين سراج السالكين مصباح المقربين محب الفقراء والغرباء والمساكين سيد الثقلين نبي الحرمين إمام القبلتين وسيلتنا في الدارين صاحب قاب قوسين محبوب رب المشرقين والمغربين جد الحسن والحسين مولانا ومولى الثقلين أبي القاسم سيدنا محمد بن عبد الله نور من نور الله يا أيها المشتاقون بنور جماله صلوا عليه وعلى آله وصحبه وسلموا تسليما. അൽഹംദുലില്ലാഹ്, അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ഇത് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരിട്ട് കണ്ട് സന്തോഷിക്കുന്ന സദസ്സായി ഈ സ്വലാത്ത് കൊണ്ട് അല്ലാഹു റബ്ബുൽ ആലമീൻ മാറ്റിത്തീർക്കുമാറാകട്ടെ. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടൊരു വിഷയം എല്ലാ ദിവസവും നമ്മൾ ഉണർത്തുന്നതാണ്. പ്രത്യേകിച്ച് ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ് അല്ലേ. ഏതൊരു മാസവും ഭംഗിയാകാൻ, നമ്മുടെ ജീവിതം മുഴുവൻ ഭംഗിയാകാൻ ആ സമയത്തെ പരിഗണിച്ചുകൊണ്ട് നമ്മൾ സ്വതക്ക ചെയ്താൽ നമ്മുടെ പ്രയാസങ്ങൾ അല്ലാഹു നീക്കി തരൂലേ. ഒരു പ്രയാസം അനുഭവിക്കുന്ന, ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്ന ഒരു ഉസ്താദിൻ്റെ കാര്യം, മറ്റു പല പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകളുടെ കാര്യമൊക്കെ നമ്മുടെ റിലീഫ് പദ്ധതിയിലൂടെ നമ്മൾ നടത്താറുണ്ട്. അപ്പോൾ ഏറ്റവും ചുരുങ്ങിയത് കഴിയുന്നവരൊരു 313 രൂപ, അല്ല ഞങ്ങൾക്ക് 3313 അയക്കാൻ പറ്റും, അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഏറ്റവും ചുരുങ്ങിയതൊരു 313 രൂപയെങ്കിലും കയ്യിലുള്ളവർ ഈ റിലീഫ് പദ്ധതിയിലേക്ക് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മനുഷ്യരിലേക്ക് ഹദിയ ചെയ്യാൻ മറക്കരുത് കേട്ടോ. വെള്ളിയാഴ്ച കൊടുക്കുന്ന ഹദിയ അതത്രമേൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇഷ്ടാവൂലേ. ഈ സദസ്സിൽ നമ്മൾ സ്വലാത്ത് ചൊല്ലി, അതും സ്വലാത്തു താജ് ചൊല്ലി, മുത്തുനബി ഇത് കാണുകയല്ലേ, ആ സദസ്സിൽ വെച്ച് മുത്തുനബിയുടെ പേരിൽ നമ്മൾ കൊടുക്കാൻ അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഇന്നത്തെ ചോദ്യം സിമ്പിളാണ്. ഇന്ത്യയിലെ ഒരു രാജാവ് വലിയൊരു ഫിഖ് ഗ്രന്ഥം രചിച്ചിട്ടുണ്ട്. ഫത്താവ ആലംഗീർ എന്നാണ് ആ ഫിഖ് ഗ്രന്ഥത്തിൻ്റെ പേര്. ഒരിക്കലും ഞാൻ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ട് ഈ ചോദ്യം, മറന്നൊന്നും നമുക്കൊന്ന് അറിയണ്ടേ? ഏതായാലും കമൻറ്റ് ചെയ്യുക. ആ ഇന്ത്യയിലെ മഹാനായ രാജാവ് ആരാണ്? അദ്ദേഹം അള്ളാഹിൻ്റെ ഔലിയാക്കളിൽപ്പെട്ടൊരു മഹാനും കൂടെ ആയിരുന്നു. ആരാണ് ആ മഹാൻ? അത് കമൻറ്റ് ചെയ്യുക. അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. ഒരുപാട് ആളുകൾ നമ്മൾ റിലീഫ് പദ്ധതിയിലേക്കൊക്കെ ഹദിയ ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും മുറാദുകൾ അള്ളാഹു ഹാസിലാക്കുമാറാകട്ടെ. പിന്നെ പതിവായി ചൊല്ലുന്ന ദിക്ർ സുബ്ഹാനല്ലാഹി വബിഹംദിഹി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. അർഹമുർ റഹീമായ കരുണക്കടലായ റബ്ബേ, ഈ സദസ്സ് നീ സ്വീകരിക്കണേ അല്ലാ, നീ ഹായിബാക്കല്ലേ അല്ലാ. ഞങ്ങൾ പഠിച്ച സ്വലാത്ത് ജീവിതത്തിൽ അന്വർത്ഥമാക്കാൻ തൗഫീക്ക് നൽകണേ അല്ലാ. മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരിട്ട് കണ്ട് സന്തോഷിക്കുന്ന സദസ്സാക്കണേ അല്ലാ. മുറാദുകളെ ഹാസ്വിലാക്കണേ അല്ലാ. സങ്കടങ്ങൾ അകറ്റണേ അല്ലാ. കുടുംബത്തിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാ. മക്കളെ നന്നാക്കണേ അല്ലാ. ഇല്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ സന്താനങ്ങൾ നൽകണേ അല്ലാ. ഗർഭിണികൾക്ക് സുഖപ്രസവം നൽകണേ അല്ലാ. വീട്ടിൽ ബറക്കത്ത് നൽകണേ അല്ലാ. സിഹറുകൾ കണ്ണേറുകൾ ബാത്തിലാക്കണേ അല്ലാ.
ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ഇണകൾ, സന്താനങ്ങൾ, സഹോദരങ്ങൾ പലരും ഖബറിലാണ്. മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ, പ്രത്യേകിച്ച് കുടുംബസമേതം സ്വബാഹുൽ ഖൈർ കാണുന്ന ഒരുപാട് ആളുകളുണ്ട്. എല്ലാവർക്കും ബറക്കത്ത് നൽകണേ അല്ലാഹ്, ഖൈർ നൽകണേ അല്ലാഹ്, കുടുംബത്തിൽ സന്തോഷം നൽകണേ അല്ലാഹ്. ഞങ്ങൾ ആരെയും നീ പെട്ടെന്ന് വിളിക്കല്ലേ അല്ലാഹ്. ആഫിയത്തുള്ള ദീർഘായുസ് ഞങ്ങൾക്കും കുടുംബാദികൾക്കും സ്വബാഹുൽ ഖൈർ കുടുംബത്തിലെ ഓരോരുത്തർക്കും നീ നൽകണേ അല്ലാഹ്. ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും, പ്രത്യേകിച്ച് സ്വബാഹുൽ ഖൈർ കുടുംബത്തിലെ ഓരോരുത്തരെയും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം നിൻ്റെ കാരുണ്യം കൊണ്ട് നീ ഒരുമിപ്പിക്കണേ അല്ലാഹ്. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.